ഡാഡി മമ്മിയും നമ്മളെ ഉപേക്ഷിച്ച് ആ ആന്റിയെ കെട്ടും മോളെ. ഡാഡി എങ്ങനെ ചെയ്യൂ ചേച്ചി? ഡാഡിയുടെ ആഗ്രഹം അത് തന്നെയാ മോളെ. അതിന് നമ്മളെങ്ങനെ ദ്രോഹിക്കുന്നത്? ചേച്ചി, നമുക്കെല്ലാം മമ്മിയെ അറിയിച്ചാലോ? ഒക്കെ അറിഞ്ഞു കഴിഞ്ഞ മമ്മി എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? നമ്മളെയും കൊന്ന് മമ്മിയും തീരും. മറ്റെന്ത് മാർഗം മമ്മിക്ക് മുന്നിലുള്ളത്? ഡാഡിയും ആന്റിയും ഒക്കെ ചീത്തയാ. മിന്നുമോളെ, നമ്മളിവിടെ ഉണ്ടെന്ന് ആരും അറിയരുത്. വാ. ചിന്നേച്ചി, നമുക്കിവിടുന്ന് പോവാം. നമ്മളിവിടെ ഉണ്ടെന്നറിഞ്ഞ ആന്റി നമ്മളിവിടെ പൂട്ടിയിടും. എന്നിട്ട് ഡാഡിക്ക് പിടിച്ചു കൊടുക്കും. മോളെ, ഈ രാത്രിയിൽ നമ്മൾ എങ്ങോട്ട് പോവാനാ? നേരം വെളുക്കട്ടെ, നമുക്ക് മുങ്ങാം. എന്നിട്ട് വീട്ടിൽ പോയി മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും പറയണം. മുത്തശ്ശിയോടല്ല, സ്വപ്നാന്റിയോട് പറയാം. മക്കളെ, നിങ്ങളിവിടെ എന്തെടുക്കുക? ആഹാ, രണ്ടാൾക്കും വിശക്കുന്നില്ലേ? വാ, ആഹാരം കഴിക്കാം. ആന്റി. അവള് മുറി കയറി കഥ കടച്ചു. ഇനി കാലത്തെ പുറത്തു വരൂ. പേടിക്കണ്ട, മുത്തശ്ശിയല്ലേ പറയുന്നേ. നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അവളോട് പറഞ്ഞിട്ടില്ല. മക്കൾ വാ, അത്താഴം കഴിക്കാം. വാ. ആരാ ഈ നേരത്ത്? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന കാര്യം ആന്റി എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഡാഡി ഈ നേരത്തെ ഇവിടെ വരുന്നത്? മുത്തശ്ശി, ഞങ്ങൾക്കിപ്പോ ഒന്നും വേണ്ട. ഞങ്ങക്ക് വിശപ്പില്ല അല്ലേ മോളെ? വാ. സോമൻ എന്താ ഈ നേരത്ത്? എനിക്ക് രാധയൊന്ന് കാണണം. അവളെ കാണണമെന്നോ എന്തെങ്കിലും പറയണമെന്നോ ഉണ്ടെങ്കിൽ അത് കോളേജിൽ വെച്ചാകാം. ഇവിടെ ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നീ ഇങ്ങനെ ഇവിടെ വന്നു കയറിയാ കാണുന്നവരും വല്ലതും പറയും. നീ പോ സോമ. ആന്റി രാധയെ വിളിക്കുക. സോമ, ആണും തൂണും ഇല്ലാത്ത വീടാണെന്ന് കരുതി നീ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാൻ നിൽക്കല്ലേ. മര്യാദയുടെ ഭാഷയല്ല ഞാൻ പറയുന്നേ. നീ പോകാൻ നോക്ക്. എനിക്കെന്റെ മോളുടെ ജീവിതമാണ് വലുത്. അത് നിനക്കിങ്ങനിട്ട് പന്താടാനുള്ളതല്ല. എനിക്കെന്റെ മോളെ തിരുത്താൻ കഴിയാത്ത അവസ്ഥയിലാക്കിയത് നീ ഒറ്റ ഒരുത്തനാ. ഒരല്പം മനസാക്ഷിയെങ്കിലും കാട്ടി അവളെ എനിക്ക് വിട്ടതാ. പാതിരാത്രിക്ക് വന്ന് മുട്ടി വിളിച്ച് ഒരുമാതിരി വൃത്തികെട്ട സ്ത്രീകളെ പോലെ തരം താഴ്ത്തി കാണിക്കണോ നിനക്കവളെ? വലിയ വയലിൽ എനിക്ക് ഒച്ച എടുക്കേണ്ടി വരും. അതിനു മുമ്പ് ഇറങ്ങി പോകുന്നുണ്ടോ നീ? ആന്റി, എനിക്ക് രാധയെ കാണണം. കണ്ടേ പറ്റൂ. നിങ്ങൾ അവളെ വിളിക്കുക. സോമ, നീ ഭാര്യയും 2 കുട്ടികളും ഉള്ള ഒരുത്തനാ. അത് മറക്കരുത്. ഞാൻ വന്നതേ നിങ്ങളുടെ മോളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനല്ല. അത്യാവശ്യമായിട്ട് എനിക്ക് അവളെ ഒന്ന് കാണണം. പറ്റില്ല. നിന്റെ തോന്നിയാസങ്ങളൊന്നും എന്റെ മോളോട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഇറങ്ങിപ്പോ നീ. എനിക്കാകെയുള്ളത് എന്റെ മോളാ. അവളുടെ ജീവിതം നശിപ്പിച്ച് വെണ്ണീറാക്കണോ നിനക്ക്? കണ്ണും കലാശവും കാട്ടി എന്റെ മോളെ നീ ഒരു വഴിക്കാക്കിയിരിക്കുക. നീ ഒറ്റ ഒത്തം കാരണം അവൾ ആദ്യം കയറി ജീവിക്കുക. ഒരുത്തിയുടെ ജീവിതം കടലിൽ കളഞ്ഞിട്ട് എന്റെ മോളുടെ ജീവിതം തൊലയ്ക്കണോ നിനക്ക്? ചൂലെടുത്ത് അടിച്ചിറക്കാ വേണ്ടത്. അതിനിടവരുത്തുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോ സോമ. ഞാൻ വന്നത് അവളുടെ ജീവിതം തൊലയ്ക്കാനല്ല, ഭദ്രമാക്കാനാ. ഈ ഒരു ആയുഷ്കാലം മുഴുവൻ നിങ്ങളുടെ മോൾക്ക് സുഖിച്ച് ജീവിക്കാനുള്ള സമ്പാദ്യം ഉണ്ട് ഈ ബാഗില്. ഇത് അവളെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ചിന്നേച്ചി, ഡാഡി വന്നാൽ നമ്മളെ പിടിക്കാനല്ല, ആന്റിയെ കാണാനാ. ആ ബാഗ് ആന്റി ഏൽപ്പിക്കാൻ വന്നതാവും. അതിലെന്തായിരിക്കും ചിന്നു ചേച്ചി? ഡാഡിക്കും ആന്റിക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വത്തുക്കളാണെന്നല്ലേ പറഞ്ഞത്? മിന്നുമോളെ, നമ്മൾ ഇവിടെ എങ്ങനെയെങ്കിലും ഒളിച്ചും പാത്തും നിന്നേ പറ്റൂ. ഡാഡിയുടെ പ്ലാനിങ് എന്താണെന്നൊന്ന് അറിയണം. സോമൻ ഒരിക്കലും നിങ്ങളുടെ മോളെ ചതിക്കില്ല. വാക്ക് കൊടുത്തിട്ടുണ്ട് അവൾക്ക്. ആ ഒരു ഉറപ്പില്ല
ഇന്നും അവൾ എനിക്ക് വേണ്ടി ജീവിക്കുന്നത്. ഞാൻ എന്റെ ഭാര്യയും കുട്ടികളെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോൾക്ക് വേണ്ടിയാ. ഒന്നിനൊരു കുറവില്ലാത്തൊരു ജീവിതം ഞാൻ അവൾക്ക് കൊടുക്കും. ഈ പാതിരാത്രിക്ക് ഞാൻ കയറി വന്നത് പേരുദോഷം ഉണ്ടാക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചൂലെടുത്ത് അടിക്കന്നെ, അല്ലെങ്കിൽ അയൽക്കാരെ വിളിച്ചു കൂട്ടി എന്നെ തല്ലിക്ക്. ഞാൻ സഹിച്ചോളാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മോളോട് ഉത്തരം പറയേണ്ടി വരും. രാധ, 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 രാധ. ആ, നീ ഉറങ്ങിയായിരുന്നോ? സോമ, നീ രാത്രിയില് ഞാൻ വന്നത് ഈ ബാഗ് നിന്നെ ഏൽപ്പിക്കാനാ. ഇത് നിന്റെ കയ്യിൽ സേഫ് ആയിരിക്കണം. നീ ഇങ്ങനെ കുന്തം മെഴുങ്ങിയതുപോലെ നിൽക്കാതെ നിന്റെ അകത്ത് എന്താണെന്ന് ചോദിക്ക്. ഈ രാത്രിയിൽ നിനക്കെന്താ വട്ട പിടിച്ചോ? വട്ടുപിടിക്കാൻ പോകുന്നത് നിനക്കാ. ഇത് തുറന്നു നോക്കിയ ആ നിമിഷം നിനക്ക് വട്ടുപിടിച്ചിരിക്കും. ഇതിന്റെ അകത്ത് ക്യാഷാ, ഇന്ത്യൻ കറൻസി, പ്യൂരിറ്റി ഗോൾഡ്. നമുക്ക് നമ്മുടേതായ ലൈഫ് കെട്ടിപ്പടുക്കണ്ടേ. നിന്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ നമ്മൾ ഇതുകൊണ്ട് നേടും. പിടിക്ക, ഭദ്രമായിരിക്കണം. ഇത്രയും നാൾ ഇതിന്റെ മുന്നിൽ കാവലിരുന്നവനാ ഞാൻ. ഇനി സൂക്ഷിക്കേണ്ടവൾ നീയാ. ഏറ്റവും സേഫ് എന്ന് തോന്നിടത്തേക്ക് ഇത് മാറ്റിയിരിക്കണം. ഇനി ഇതെന്റെ കയ്യിലിരുന്ന അപകടമാണ്. ചിന്നുമോളെ മുന്നിൽ നിർത്തി അവന്മാരിത് പിടിച്ചു വാങ്ങി അവൾക്ക് തിരികെ കൊടുക്കും. എന്റെ മോളുടെ യോഗം കൊള്ളാം. എല്ലാം രഹസ്യമായി സൂക്ഷിക്കണം. സ്വന്തം കാര്യങ്ങൾക്ക് എന്റെ മോളെ നീ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നുണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയാം. അമ്മ, കാര്യങ്ങൾ അറിയാതെ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്. നീ പറഞ്ഞിട്ടാണ് ഇവനിതൊക്കെ ചെയ്യുന്നത്. ഈ കണക്കിന് പോയാൽ നാളെ നിങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ കൊന്നും പിടിച്ചു പറിച്ചും ജീവിക്കേണ്ടി വരും. ഇത്രയും നാളും എന്റെ മോള് കാത്തിരുന്ന ഇവന് വേണ്ടിയാണോ, അതോ ഇവൻ കൊണ്ടുവന്ന ഈ പണസഞ്ചിക്ക് വേണ്ടിയോ? ജീവിക്കണമെങ്കിൽ പണം വേണം. സോമൻ ഇത് ആരെയും കൊള്ളയടിച്ചോ കൊന്നോ ഉണ്ടാക്കിയതല്ല. സോമൻ സമ്പാദിച്ചതാ. ഇത് അഖിലയ്ക്കോ കുട്ടികൾക്കോ വിട്ടുകൊടുത്ത നഷ്ടം ആർക്കാ? എനിക്കല്ലേ. ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം അമ്മയുടെ മോൾക്കാണെന്ന് കരുതിയാൽ മതി. കുട്ടികളുടെ പൊട്ടുകമ്മൽ വരെ ഇതിനകത്തുണ്ടാകും അല്ലേ സോമ? നിന്റെ ഭാര്യയുടെ കെട്ടുതാരിയും കൂടെ പൊട്ടിച്ചോണ്ട് ഇട്ടുകൊടുക്ക് വിൾക്ക്. ഇവളുടെ ആർത്തി അത്യാഗ്രഹമൊക്കെ ഒടുങ്ങട്ടെ. മോളെ രാധേ, ഇത്രയ്ക്കങ്ങ് അധപ്പതിച്ചു പോയോ നീ? ഇവന്റെ പെണ്ണിന്റെയും കുട്ടികളുടെയും കണ്ണീരിൽ കൈകഴുകിക്കൊണ്ടുള്ള ഒരു ജീവിതം വേണോ മോളെ നിനക്ക്? വെറുതെ അമ്മയ്ക്ക് ശപിച്ച് ഇല്ലാണ്ടാക്കണോ എന്നെ? ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നം എത്രയും വേഗം ഒന്ന് സഫലമാക്കി തരണേന്ന് പ്രാർത്ഥിക്കുക ഞാൻ. ഈ നിൽക്കുന്ന ഒരു രണ്ടാം കെട്ടുകാരനാണെന്നോ ഭാര്യയും കുട്ടികളും ഉണ്ടോന്നോ നോക്കിയിട്ടില്ല ഞാൻ. ഞാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ അത് തന്നെ എനിക്ക് വലുതും. ഇങ്ങനെ തടസ്സങ്ങൾ പറയാതെ ഒന്ന് അനുഗ്രഹിക്കാനുള്ള മനസ്സ് കാണിക്കാൻ നോക്ക്. ഞാനും ഒരു പെണ്ണാ മോളെ. നിന്റെ അച്ഛനോടൊപ്പം ജീവിച്ചു കൊതി തീരാതെ പോയതിന്റെ ദുഃഖം ഇപ്പോഴും എന്റെ നെഞ്ചിലുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കണം. നിന്റെ ഈ തീരുമാനം കൊണ്ട് മരവിച്ചു പോയവളാ ഞാൻ. അനുഗ്രഹിക്കാനോ ശപിക്കാനോ എനിക്കാവില്ല. ആന്റി, ഞാൻ കാണിക്കുന്നത് തെറ്റാണ്. ആ വഴി എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ നേരിട്ടോളാം. അതോർത്ത് ആന്റി ടെൻഷൻ അടിക്കണ്ട. അഖിലയും ഞാനും ജീവിതം തുടങ്ങിയ കാലം മുതൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. 2 കുട്ടികളുണ്ടായിപ്പോയി. ആ ബാധ്യത എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. നാളെ ഇവൾക്കുണ്ടാകുന്ന കുട്ടികൾ നിനക്കൊരു ബാധ്യതയാകൂ? ആന്റിയുടെ ഈ മോള് ഒരിക്കലും ഞാൻ കാരണം കണ്ണീര് കുടിക്കില്ല. അന്തസ്സും അഭിമാനവും കാട്ടി തന്നെ ജീവിക്കും. കയ്യിൽ പണം ഉണ്ടെങ്കിൽ അതിനൊരു കോട്ടവും തട്ടാൻ പോണില്ല ആന്റി. പിന്നെ ചില തടസ്സങ്ങളുണ്ട്. അതൊഴിഞ്ഞു കിട്ടിയ പിന്നെ അടുത്തൊരു മുഹൂർത്തം നോക്കി ഈ കഴുത്തിൽ ഞാനൊരു താലി ചാർത്തും. പറയുന്നതേ സോമപ്രസാദ.
ആന്റിക്ക് വിശ്വസിക്കാം. ഞാനായിട്ട് തീർക്കാവുന്ന തടസ്സങ്ങളാ, വൈകില്ല. പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ഇനിയെല്ലാം സംഭവിക്കും.